ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട്, മാഷപ്പ് ചെയ്യുന്നതാണോ ട്രെയിലർ ചെയ്യുന്നതാണോ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. ഒരു സംശയമില്ല, മാഷപ്പ് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട്. കുറേ നാൾ ഞാൻ മാഷപ്പ് വീഡിയോസ് ചെയ്തതാണ്. മാഷപ്പ് വീഡിയോസ് ഒരു തരത്തിലും അടുത്ത് വന്ന സമയത്താണ് ഞാൻ ഈ ട്രെയിലേഴ്സൊക്കെ എനിക്ക് വന്നു തുടങ്ങി അതിലേക്ക് മാറി. അപ്പോൾ ഇതും ഒരു ടൈം കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തന്നെ ഒരു പൊടിക്ക് മടുത്ത് തുടങ്ങും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം ഒപ്പത്തിൻ്റെ ട്രെയിലറാണ്. വെച്ചാൽ ആ ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ, ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ പടമാണ് പേഷ്യൻ സിനിമ, നമ്മൾ എന്തെങ്കിലും പോയി കാണും. പക്ഷേ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ ആ സിനിമ കാണണം തോന്നി. ഇപ്പം ഞാൻ ട്രെയിലർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഫാക്ടർ അതാണ്. എനിക്ക് തോന്നുന്നത് വാഴ 2 ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള 99% അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവർക്കും ഉറപ്പായിട്ടും ആ സിനിമ അടിക്കുമെന്ന് മനസ്സിലായിട്ടുള്ള സംഭവമാണ്. മോഹിനിയാട്ടത്തിൻ്റെ ഞാൻ റെഫറൻസ് വെച്ചിട്ടുള്ളത് ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു റെഫറൻസ് മ്യൂസിക്കായിരുന്നു. ലൈക്ക് ഇപ്പം ഒരു 2 വർഷം മുമ്പ് വന്നിട്ടുള്ള ഒരു മലയാള സിനിമയുടെ ട്രെയിലറിൻ്റെ മ്യൂസിക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് അടുത്ത് നിൽക്കണം, ഒന്ന് ചിരിക്കണം, നടക്കത്തില്ല. എൻ്റെ ഇങ്ങനെ ഒന്ന് വിപിൻ ചേട്ടൻ പുള്ളി എന്നോട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമുണ്ട്. ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ള സംഭവമാണ് ഏത് സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം ആ സോഫ്റ്റ്വെയറിൽ ഞാനും വർക്ക് ചെയ്ത് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. ഇപ്പോഴും ട്രെയിലേഴ്സ് ടീസേഴ്സാണ് എൻ്റെ ഒരു ഹൈ എന്ന് പറയാം. അത് ചെയ്യുമ്പം കിട്ടുന്ന ഹൈ എനിക്ക് വേറെ ഒന്നിലും കിട്ടത്തില്ല. വാഴ 2, മോഹിനിയാട്ടം, പള്ളിച്ചട്ടമ്പി ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണിതെല്ലാം. ഇതെല്ലാം കോമൺ ആയിട്ടുള്ളൊരു പേര് ലിൻഡോ കുര്യൻ. ഈ സിനിമകളുടെ ട്രെയിലർ എഡിറ്റ് ചെയ്ത ലിൻഡോ ആണ് മീഡിയ വൺ ഷോമാളിനോടൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു. എന്താണ് ഇപ്പം ഒരേ സമയം എഡിറ്റ് ചെയ്ത 3 പടങ്ങൾ ഒരുമിച്ച് ഹിറ്റടിക്കുന്നു, വാഴ 200 കോടി അടിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു മൂഡ്? ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് ഒരു 5-6 വർഷം മുമ്പ്, അതായത് ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും ഭയങ്കര ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്പേസാണ്. അപ്പം അവിടെ എത്തി നിൽക്കുന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് ലൈക്ക് ഇപ്പം തിയേറ്ററിലുള്ള സിനിമകളെല്ലാത്തിൻ്റെയും ട്രെയിലർ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പം ഒരു ഭയങ്കര ഹൈ തരുന്നൊരു കാര്യം തന്നെയാണ് ശരിക്കും. ഓക്കെ, ഇപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെയും വാഴേൻ്റെയും ട്രെയിലർ എടുക്കുകയാണെങ്കിൽ മോഹിനിയാട്ടത്തിൻ്റെ ട്രെയിലർ ഫുള്ളൊരു ദൃശ്യം റെഫറൻസ് വെച്ച് പോകുന്നു. വാഴയാണെങ്കിൽ പ്രേമം റെഫറൻസാണ് തുടങ്ങുന്നത്, അൽഫോൺസ് പുത്രൻ്റെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റെഫറൻസ് വെച്ച് പിടിച്ച് തന്നെ ഇത് വർക്കാവും, ആളുകൾക്ക് കൂടുതൽ കണക്റ്റ് ആവും എന്നുള്ളൊരു ഐഡിയ എങ്ങനെയാണ് വരുന്നത്? അത് ബേസിക്കലി ഇപ്പോൾ നമ്മൾ ട്രെയിലർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം ആൾക്കാരെ ഹുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ട്രെയിലർ കൊണ്ട് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഈ സിനിമയുടെ ജോണർ എന്താണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ സിനിമയിൽ നിന്ന് എന്താണ് ആൾക്കാർ പ്രതീക്ഷിക്കേണ്ടത്, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പം ഹുക്ക് പോയിൻറ്റ്സ് വളരെ ആവശ്യമാണ്. അപ്പം ഇപ്പം ലൈക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു സംഭവമാണ്, അതായത് ഈ നമ്മൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ റീൽസൊക്കെ ആണെങ്കിലും നമുക്ക് എപ്പോഴും സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഭയങ്കരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ലൈക്ക് ഇപ്പോൾ ഒരു 30 സെക്കൻഡ് റീലാണെങ്കിൽ പോലും നമുക്ക് കണ്ട് തീർക്കാനായിട്ടുള്ള ഒരു ക്ഷമയില്ല. ഇപ്പം യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, നമ്മൾ ഒരു 5 സെക്കൻഡ് ബോർ അടിച്ച് നമ്മൾ അപ്പോഴേ മാറ്റും. ലൈക്ക് ഞാൻ മാറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ട്രെയിലർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രേക്ഷകൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുമ്പം ഞാൻ ചിന്തിക്കുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ ഈ ഒരു 5-10 സെക്കൻഡേ ഉള്ളൂ എനിക്ക്. അതിനുള്ളിൽ പ്രേക്ഷകനെ നമ്മൾ ഹുക്ക് ചെയ്യണം. അപ്പോൾ ആ ഹുക്ക് ചെയ്യാനായിട്ട് മൊത്തത്തിൽ നമ്മൾ സിനിമ കണ്ട് ഇങ്ങനെ വരുമ്പം എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പം മോഹിനിയാട്ടത്തിൻ്റെ കാര്യത്തിൽ ദൃശ്യം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹുക്കാവും എന്നുള്ളൊരു സാധനമുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അതിൻ്റെ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് ഉണ്ട്. സ്റ്റാർട്ടിലും ഉണ്ട്, ഇടയ്ക്കും ഉണ്ട്, എൻഡിങ്ങിലും ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അത് മാത്രമല്ല, ആ ഒരു നറേഷനിൽ നമ്മൾ കുറേ ഷോർട്സ് വെച്ചിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അല്ല, അതായത് ഈ മാനിപ്പുലേഷൻ കാര്യം പറയുന്നുണ്ടല്ലോ, മോഹിനിയാട്ടത്തിലാണെങ്കിൽ അതായത് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വരുന്നു എന്ന് പറയുമ്പോൾ കാണിക്കുന്നത് ബേബി ജീനെയും, പിന്നെ നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ വരുന്നത് സുരാജേട്ടനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു മാനിപ്പുലേഷൻ ട്രിക്ക് എന്താണ്? അല്ല ബേസിക്കലി ഇപ്പം നമ്മൾ ട്രെയിലർ ഇപ്പം സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ മോഹിനിയാട്ടത്തിൻ്റെ കാര്യത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ള, അതായത് ഡയറക്ടറിനോട് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മോഹിനി എന്താണ് ആ ഒരു സാധനം മനസ്സിലാവരുത് ആൾക്കാർക്ക്. അതേപോലെ തന്നെ ഡാർക്ക് ഹ്യൂമറാണ് പരിപാടി എന്നുള്ള മനസ്സിലാവണം. ഈ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഇന്ന വ്യക്തിയാണ് മരിക്കുന്നതെന്നുള്ള സാധനം റിവീൽ ചെയ്യരുതെന്നുള്ളതാണ്.
അപ്പം അങ്ങനെ എപ്പോഴും ആക്ച്വലി നമ്മളങ്ങനെ ട്രെയിലേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ ആൾക്കാർ തിയേറ്റേഴ്സിൽ വരുമ്പോഴത്തേന് ആൾക്കാർ ലൈക്ക് നമ്മൾ ട്രെയിലർ കണ്ട സെയിം സാധനം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഒരു ഒരു രസം ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് എന്നാൽ ഈ പറയുന്ന ട്രെയിലർ ആൾക്കാർക്ക് ഹുക്കാവുകയും വേണം. ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ സാധനം, ലൈക്ക് ആ ഒരു ഫാക്ടർ നമ്മൾ വർക്ക് ചെയ്തത്. ഈ 2.5 മണിക്കൂർ ഒരു സിനിമ അല്ലെങ്കിൽ 3 മണിക്കൂറിലൊരു സിനിമ നമ്മൾ 2 മിനിറ്റിലേക്കൊക്കെ ആക്കുന്ന സമയത്ത് സ്പോയിലേഴ്സ് വരാതെ നോക്കി നേരത്തെ പറഞ്ഞ പോലെ സ്പോയിലേഴ്സ് വരാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമല്ലേ. ഇപ്പോൾ എല്ലാവരും ഡീകോഡ് ചെയ്യുന്നൊരു ടൈമാണ്, എല്ലാവരും കണ്ട് ഇതെന്താണ് അതെന്താണ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒരു നോട്ടീസ് ചെയ്യുന്നൊരു സമയമല്ലേ. അതായത് ഇപ്പം നമ്മൾ ഹ്യൂമർ മൂവീസിൽ അത്രയും പ്രശ്നമില്ല, പക്ഷേ ഇതിൽ ഈ സിനിമയിൽ ആ പ്രശ്നം ഉണ്ട് ശരിക്കും. കാരണം ഒരു സസ്പെൻസ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ലൈക്ക് അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്ന ലൈക്ക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ആക്ച്വലി ഒരു രീതിയിലാണ്. കാരണം ലൈക്ക് ഈ പറയുന്ന പോലെ ഇവിടുന്ന് എടുത്ത് ചെയ്യുന്നൊരു പരിപാടിയല്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ സിനിമ കാണും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാണുന്ന പോലെ സിനിമ കാണും. അത് കഴിഞ്ഞിട്ട് ഈ സോഫ്റ്റ്വെയറിലിട്ട് സിനിമ കാണും. പിന്നെ സോഫ്റ്റ്വെയറിലിട്ട് സിനിമ കാണുമ്പോൾ നമുക്ക് വേണ്ട ഫാക്ടേഴ്സ് എല്ലാം ഞാൻ എടുത്തു വെക്കും. അതായത് നമുക്ക് വേണ്ട ഇപ്പം ഞാൻ ഒരു ടീസറിലോ ട്രെയിലറിലോ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഷോർട്സ് ഡയലോഗ്സ് എല്ലാം എടുത്തു വെക്കും. അപ്പം അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരിക്കലും ട്രെയിലറിലോ ടീസറിലോ വരാൻ പാടില്ലാത്ത ഒന്നും തന്നെ നമ്മൾ എടുത്ത് വെക്കത്തില്ല. നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന മാത്രമേ വെക്കത്തുള്ളൂ. സോ അപ്പം അത് വെച്ചിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പം സ്പോയിലേഴ്സ് ഒന്നും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല. പിന്നെ എന്തായാലും നമ്മൾ ഡയറക്ടറിനൊക്കെ സെൻഡ് ചെയ്ത് എല്ലാവരുടെയും അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട്, ഇപ്പം മോഹിനിയാട്ടത്തിൻ്റെ കാര്യം സ്പെസിഫിക്കലി എനിക്ക് ആക്ച്വലി വർക്ക് ചെയ്യാൻ തന്നിട്ട് ഒരു ശനിയാഴ്ച വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച അയക്കാമെന്ന് പറഞ്ഞിട്ട് ശനി കഴിഞ്ഞ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴമൊക്കെ ആയപ്പോഴാണ് അത്രയും ലേറ്റാക്കി ഞാൻ. പക്ഷേ അത് ഇപ്പം എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഇന്നപോലെ കുറച്ച് ലേറ്റ് ആയാലും നല്ല പരിപാടി ആയിരിക്കും എന്നുള്ള. അപ്പം രാത്രി 2:30-ക്കൊക്കെയാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, സ്റ്റിക്കറൊക്കെ അയക്കുന്നുണ്ട്. മീൻസ് വെയിറ്റ് ചെയ്യുവാണെന്നുള്ള രീതിയിൽ സ്റ്റിക്കറൊക്കെ അയക്കുന്നുണ്ട്. അപ്പം ലൈക്ക് ഞാൻ അയച്ച ആ സെക്കൻഡിൽ തന്നെ ഒരു ലൈക്ക് ആ ട്രെയിലർ കണ്ട ഉടനെ തന്നെ അവർ വിളിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര വർക്കാണ് പരിപാടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലൈക്ക് ഇപ്പം നമ്മൾ കാണുന്നതിൽ നിന്നും ഞാൻ ഫസ്റ്റ് അയച്ച വേർഷനിൽ നിന്നും 99.9% ഒരു ഡിഫറൻസും ഇല്ല. ഫസ്റ്റ് അയച്ച വേർഷൻ തന്നെയാണ് ചില ഒരു ഷോട്ട് അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര വേർഷൻസ് ഉണ്ടാക്കും അപ്പോൾ ഒരു ട്രെയിലർ ആണെങ്കിൽ? ഇപ്പം നമ്മളിപ്പോൾ സിനിമയാണെന്നുണ്ടെങ്കിലും ട്രെയിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഞാൻ കേട്ടിട്ടുള്ള ഇപ്പം ഞാൻ ഈ മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വേർഷൻസ് ഉണ്ടാവാറുണ്ടെന്നുള്ളൊരു പരിപാടിയുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ലൈക്ക് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് വേർഷൻ ആർക്കും വർക്കായിട്ടില്ല. അതായത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വേർഷൻ വർക്കായില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു വേർഷൻ വർക്കായത്. അതിൻ്റെ സ്പെസിഫിക് കാരണം എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പം സാധാരണ ഡയറക്ടേഴ്സ് ചോദിക്കും, അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും ഒരു റഫ് ഒരു സാധനം അയക്കാമോ, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു സാധനം അയക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ അങ്ങനെ ഈ റഫ് കട്ട് അയക്കാറേ ഇല്ല. ആക്ച്വലി ഞാൻ ഫസ്റ്റ് അയക്കുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വേർഷനെ ഞാൻ അയക്കത്തുള്ളൂ. അത് വർക്കായില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു വേർഷൻ വർക്കാകത്തില്ല. മീൻസ് അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ആക്ച്വലി നേരത്തെ സൂചിപ്പിച്ച പോലെ അത്ര ഒരു ഫിൽട്രേഷൻ പ്രോസസ് ഉണ്ട്. ലൈക്ക് ഞാൻ ഈ പറയുന്ന പോലെ ആ സിനിമയിൽ നിന്ന് ഒരുപാട് തവണ ഒത്തിരി കണ്ടിട്ട് അതിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുന്ന എടുത്ത് അത് ഫിൽട്ടർ ചെയ്ത് അത്ര ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആ ഫസ്റ്റ് വേർഷൻ വർക്കായില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു വേർഷൻ വർക്കാകത്തില്ല. അതാണ് ഇതുവരെ ലൈക്ക് ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഞാനത് വർക്ക് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. സിനിമാറ്റോഗ്രഫിയാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ആക്സിഡൻ്റലി മമ്മൂട്ടിയുടെ ഒരു വീഡിയോ സ്വന്തമായിട്ട് കാണാൻ വേണ്ടി എഡിറ്റ് ചെയ്താണ് പിന്നെ അങ്ങനെ എഡിറ്റിങ്ങിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് എന്തുകൊണ്ട് സിനിമാറ്റോഗ്രഫിയിലേക്ക് പോകാതെ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ളൊരു കാരണം? അത് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുള്ളത്. പക്ഷേ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഏതെങ്കിലും ഒന്നെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തതാണ്. പക്ഷേ ഇത് രണ്ടും ചെയ്യുന്നവരുണ്ട്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം അജ്മൽ സാബു ലൈക്ക് പുള്ളി രണ്ടും ചെയ്യുന്ന ആളാണ്. അതായത് സിനിമാറ്റോഗ്രഫിയും ചെയ്യും, എഡിറ്റിങ്ങും ഭീകരമായിട്ട് ചെയ്യുന്ന ആളാണ്. പുള്ളി എത്ര സ്കില്ലാണ്, ചിലപ്പോൾ എത്ര സ്കില്ലില്ലായിരിക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് മതിയെന്ന് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടാണ്. സിനിമാറ്റോഗ്രഫി തന്നെ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഞാൻ അതിലുള്ള സ്കിൽസ് എന്നെ ഈ എഡിറ്റിങ്ങിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എഡിറ്റിങ്ങിലാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഫിലിം എഡിറ്റർ ആവാൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ സിനിമ എഡിറ്റ് ചെയ്യണമെന്ന് ജെന്യുവൻലി എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതില്ല.
അങ്ങനെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഒരു 5-6 സിനിമകൾ എനിക്ക് ഈസിൽ വന്നിട്ടുണ്ട്. ലൈക്ക് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നൊരു സംഭവമാണ്, അതായത് ലൈക്ക് ഇത്രയും സിനിമകൾ ചെയ്തില്ലേ, മീൻസ് ഈ ട്രെയിലേഴ്സ് ചെയ്തില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് എനിക്ക് വന്നിട്ട് ഞാൻ ആക്ച്വലി ചെയ്യാത്തതിൻ്റെ കാരണം ലൈക്ക് എനിക്ക് ലൈക്ക് നമുക്കത് ഫീൽ ചെയ്യണമല്ലോ, ഓക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഫീൽ, അതെനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ആക്ച്വലി എപ്പോഴും ട്രെയിലേഴ്സ് ടീസേഴ്സാണ് എൻ്റെ ഒരു ഹൈ എന്ന് പറയാം. അത് ചെയ്യുമ്പം കിട്ടുന്ന ഹൈ എനിക്ക് വേറെ ഒന്നിലും കിട്ടത്തില്ല. പക്ഷേ ഉറപ്പായിട്ടും ചെയ്യും, പക്ഷെ അടുത്ത് കാണത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഉറപ്പായിട്ടും ചെയ്യും. അല്ല, അൾട്ടിമേറ്റ് ശരിക്കും പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് ആണ്, അല്ലാതെ ഈ പറഞ്ഞ ഫിലിം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്വപ്നമൊന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്യും, ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പം ലൈക്ക് ഞാൻ കുറേ നാൾ ഞാൻ മാഷപ്പ് വീഡിയോസ് ചെയ്തതാണ്. മാഷപ്പ് വീഡിയോസ് ഒരു തരത്തിലും അടുത്ത് വന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഈ ട്രെയിലേഴ്സൊക്കെ എനിക്ക് വന്നു തുടങ്ങി അതിലേക്ക് മാറി. അപ്പോൾ ഇതും ഒരു ടൈം കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തന്നെ ഒരു പൊടിക്ക് മടുത്ത് തുടങ്ങും. അപ്പോഴത്തേനും സിനിമ ചെയ്യാന്നുള്ളത് ലൈക്ക് നമുക്ക് എപ്പോഴും ഒരു മാറ്റം ആവശ്യമാണല്ലോ. അപ്പം ആ മാറ്റം ആവശ്യമാകുന്ന ടൈമിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. യൂട്യൂബിൽ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ മമ്മൂക്കേൻ്റെ വീഡിയോ ആണ്. പിന്നെ സിനിമ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതും മമ്മൂക്കയുടെ ഷൈലോക്കിൽ ആണല്ലോ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് പടം മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഭയങ്കര വലിയ ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ഷൈലോക്കിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നൊരു സിനിമയാണ്. അത് ഒരു ചെറിയ സിനിമയല്ല, എന്നുവെച്ചാൽ ആ ടൈമിൽ വന്നതിൽ ഏറ്റവും ഹൈപ്പിൽ വന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം ഒരു ഡിഫറെൻറ്റ് ലുക്കും കൂടിയാണ് മമ്മൂക്കയുടെ. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര വർക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഷൈലോക്കിലെ ക്യാരക്ടർ. അപ്പം അജയേട്ടനോടും അതിൻ്റെ റൈറ്റേഴ്സാണ് എന്നെ അതിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ടീമിനോട് എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട് ഇപ്പോഴും. ചില അതൊരു ലക്കാന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ ഭയങ്കര ടാലൻ്റൊന്നുമല്ല. ലൈക്ക് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ്. സന്തോഷമായിരുന്നു. എങ്ങനെയായിരുന്നു അതിലേക്ക് കോള് വന്നു വെച്ചാൽ, ഞാൻ ആക്ച്വലി മാഷപ്പ് വീഡിയോസ് ചെയ്ത് ഒരു 2 വർഷമൊക്കെ ആയ ടൈമിലാണ് അത് വരുന്നത്. അപ്പം അജയേട്ടൻ പറഞ്ഞിട്ട് ഒരാളാണ് എന്നെ വിളിക്കുന്നത്, വിഷ്ണു സുഗതൻ എന്ന ഒരാളെന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ് അതിലേക്ക് വരുന്നത്. ലൈക്ക് ഡയറക്ടറാണ് വിളിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അതിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൈ ഹാർഡ് മമ്മൂക്ക ഫാനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഇത്രത്തോളം ആരാധിക്കാൻ കാരണമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ സിനിമകൾ ഏതൊക്കെ ആയിരിക്കും? ഒരുപാടുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പർട്ടിക്കുലർലി എടുത്ത് പറയുകയാണെങ്കിൽ ഇല്ല, മമ്മൂക്കയുടെ ഒന്നും ഒരിക്കലും, ഇപ്പം മമ്മൂക്കയാണെങ്കിൽ ആരുടെ ഇവരുടെ ഒന്നും ഒരിക്കലും ഒരു സിനിമയോ 2 സിനിമയോ 5 10 ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്പെസിഫിക്കലി ഒരെണ്ണം പറയാൻ ഭയങ്കര പാടാണ്. എങ്കിലും ഈ പറയുന്ന ലൈക്ക് എന്നെ സംബന്ധിച്ചോളം അൾട്ടിമേറ്റ് രാജമാണിക്യമാണ്. ഞാൻ ലൈക്ക് മമ്മൂക്ക ഒരു ഗ്രേറ്റ് ആക്ടറാണ്, മോഹൻലാൽ ഒരു ഗ്രേറ്റ് ആക്ടറാണ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഏറ്റവും ഈ പറയുന്ന ലൈക്ക് മമ്മൂക്കയുടെ സ്റ്റാർഡം എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പം അതിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രാജമാണിക്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നൊരു മൊമെൻ്റ് ഉണ്ടാവില്ല, ഒരു ഫാൻ ബോയ് മൊമെൻറ്റ്, അതെന്തായിരുന്നു? പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ മമ്മൂക്കയുടെ ഒരുപാട് പടങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു ജേണി എങ്ങനെയാണ്? ഉറപ്പായിട്ടും വിളിച്ചില്ല, ഫസ്റ്റ് ടൈം കാണുന്നത് ഷൈലോക്കിൻ്റെ ഡബ്ബിങ് ടൈമിലാണ് കാണുന്നത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത്. ലൈക്ക് അത് സംഭവം വെച്ചാൽ ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെച്ചാൽ ഒരു ഫോട്ടോ എടുത്തിട്ടെന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുമ്പോൾ പോലും ചിരിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ സ്റ്റക്കായി പോകുന്നൊരു വെച്ചാൽ ലിറ്ററലി ഞാൻ ചിരിക്കാൻ നോക്കിയിട്ട് എൻ്റെ വായ അനങ്ങുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വെച്ചാൽ അത്രയും ക്രേസ് ഉള്ളതുകൊണ്ടായിരിക്കും. വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് അടുത്ത് നിൽക്കണം, ഒന്ന് ചിരിക്കണം, നടക്കത്തില്ല, എൻ്റെ വായ ഇങ്ങനെ ഒന്ന്. മമ്മൂക്കയുടെ പറയുന്ന പോലെ തന്നെയാണ് ലാലേട്ടൻ്റെ കാര്യം. ഇപ്പോൾ മാഷപ്പ് വീഡിയോയിൽ ഒരു വീഡിയോ ഉണ്ട്, ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോസിൽ ഒരെണ്ണമാണ് ലാലേട്ടൻ്റെ ഒരു വീഡിയോ. അതിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു മാഷപ്പ് വീഡിയോ പോലെ അല്ല, അത് തുടങ്ങുന്നത് തന്നെ ഹ്യൂമർ സൈഡ് വെച്ചാണ്. മോഹൻലാലിൻ്റെ ഹ്യൂമർ സൈഡ്, പിന്നെ റൊമാൻറ്റിക് സൈഡിലേക്ക് പോകുന്നു, പിന്നെയാണ് മറ്റ് ഇമോഷൻസിലേക്കും മാസ് അങ്ങനെ എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ സാധനം പിടിച്ച വർക്കാവും, ഇങ്ങനെ ഇതുവരെ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു സാധനം കൂടിയാണല്ലോ അങ്ങനെയുള്ളത്. അതെങ്ങനെയാണ് തോന്നിയത് ആ ഒരു വീഡിയോൻ്റെ? അല്ല, ലാലേട്ടൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പം പുള്ളി ഒരു പാക്കേജ് ആണല്ലോ, അപ്പം നമ്മളെല്ലാ പോർഷനും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത്. ഭയങ്കര രസമാണ് ലാലേട്ടൻ്റെ ചെയ്യാനായിട്ട്. ഇന്നപോലെ ലൈക്ക് ഹ്യൂമർ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഭയങ്കര വർക്കൗട്ടാണ്. അപ്പം എല്ലാ പോർഷൻസും ഈ മെൻഷൻ ചെയ്ത് പോകണമെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം ആ ഒരു മൂഡിൽ തന്നെയാണ് ചെയ്തത്. ലൈക്ക് എല്ലാം നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകണമെന്നുള്ളൊരു ബേസിലാണ്. ഇപ്പോൾ നേരത്തെ ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു, മാഷപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്? എന്നോട് ആക്ച്വലി 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, മാഷപ്പ് ചെയ്യുന്നതാണോ ട്രെയിലർ ചെയ്യുന്നതാണോ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്.
ഒരു സംശയമില്ല, മാഷപ്പ് ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട്. നമ്മൾ ഒരുപാട് പടം കണ്ടിട്ട് വേണമല്ലോ ഇതിൻ്റെ അന്ന് ആ select ചെയ്യാൻ. അതാണ്, അല്ലാതെ ഇപ്പം എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും. വെച്ചാൽ ആ വർക്ക് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഈ നമ്മളിതിനു വേണ്ടി നമ്മൾ ആ കണ്ടൻറ് എടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ ആണെന്നെങ്കിൽ ഇത്രയും സിനിമകളുണ്ട്. മീൻസ് അവരുടെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ തന്നെ ഒരു 150 സിനിമ കാണും. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് ഓർമ്മയുണ്ട് വെച്ചാൽ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ എനിക്കൊന്നൊരു 150 സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യണം, അത് കൺവേർട്ട് ചെയ്യണം, മീൻസ് അത് കൺവേർട്ട് ചെയ്താലേ ഈ സോഫ്റ്റ്വെയറിൽ ഇത് എടുക്കത്തുള്ളൂ. അപ്പം ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്രയും സിനിമകൾ നമ്മൾ കണ്ടതാണെന്നുണ്ടെങ്കിലും ഇത് പിന്നെയും കണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു മാഷപ്പ് വീഡിയോ തുടങ്ങുമ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുന്ന കാര്യം, എനിക്ക് പിന്നെ റിഗ്രറ്റ് ഉണ്ടാവരുത്, അതായത് ഈ ഷോട്ട് ഞാൻ യൂസ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പം ഏറ്റവും ബെസ്റ്റ് വേണം, ഏറ്റവും ബെസ്റ്റ് ഷോട്ട്സ്, ഏറ്റവും ബെസ്റ്റ് ഡയലോഗ്സ്. അപ്പോൾ അത്രയും ശ്രദ്ധ കൊടുത്ത് അത്രയും സമയം എടുത്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ആ ടൈമിൽ ചെയ്തിട്ടുള്ള എല്ലാം അത്രയും ഇതിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ അവരുടെ പടങ്ങൾ നമ്മൾ ചിലപ്പോൾ എത്ര പ്രാവശ്യം പുതിയതായി ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, പുതിയ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത സാധനങ്ങൾ. അതെ ഉറപ്പായിട്ടും. ഇപ്പോൾ ഒരുപാട് നാളായി മാഷപ്പ് വീഡിയോ വന്നിട്ട്, ലാസ്റ്റ് വന്ന മമ്മൂക്കയുടെ വീഡിയോ തന്നെയാണ്. ഈ ഒരു ഗ്യാപ്പ് സിനിമകളുടെ ഉറപ്പായിട്ടും ഇന്നപോലെ സിനിമകൾ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ ടൈം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ ഒരു മാഷപ്പ് വീഡിയോ ചെയ്ത് തുടങ്ങി ഒരു 25% ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് തീർക്കണമെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഈ ട്രെയിലറൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് സ്പീഡപ്പ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കാരണം ഒറ്റ സിനിമയുള്ളൂ, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ മാഷപ്പ് എന്ന് പറയുമ്പം ഇപ്പം ഈ ജഗദീഷേട്ടൻ്റെ അല്ലെങ്കിൽ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യമായിരിക്കും ചെയ്യുന്നത്, ഞാൻ പിന്നെ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും ഡീറ്റെയിൽഡായിട്ടും ആർക്കും മറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ തട്ടിക്കൂട്ടി ചെയ്യാൻ താല്പര്യമില്ല, അപ്പം ചെയ്യുമ്പം സമയമെടുത്ത് ചെയ്യും. അപ്പം സമയമെടുക്കും, ടൈമിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ അന്ന് ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നതും ഒരുപാട് സിനിമ കണ്ട് മാഷപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ഇപ്പം ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, നമുക്ക് കുറേ കണ്ട് നമുക്ക് തന്നെ ഒരു റിപ്പീറ്റ് വാച്ച് ചെയ്ത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അന്നേരം ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുക, ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടി, മൂഡ് മാറ്റാൻ വേണ്ടി? അതായത് ഈ സിനിമകളുടെ കാര്യമാണ് ചോദിക്കുന്നത് അതോ മാഷപ്സിൻ്റെ കാര്യം? രണ്ടും, സിനിമ ആയിക്കോട്ടെ. ഇല്ല, സിനിമ ആകുമ്പം കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഞാൻ ഒറ്റ പ്രാവശ്യമായിരിക്കും സിനിമ കാണുന്നത്. പിന്നെ ഞാൻ ആ ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചിട്ട് നോക്കുമ്പം ടൈം എടുക്കും, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെയാണ് ഞാൻ പോകുന്നത്. ട്രെയിലേഴ്സ് ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ടൈം കുറവായിരിക്കും, പക്ഷേ മാഷപ്സ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അതിൻ്റെ ഒരു ശരിയാണ്, മടുപ്പുണ്ട്. പക്ഷേ മടുപ്പെന്ന് വെച്ചാൽ ഇപ്പം ഒരേ ആക്ടറിനെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ ഉള്ള ഇതാണ്. അപ്പം ഈ ചെയ്ത ആക്ടേഴ്സിനെ ഇനിയിപ്പം പിന്നെയും ചെയ്യാനായിട്ട് താല്പര്യമില്ലെന്നല്ല, ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി ചെയ്തിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് ആ റെപ്യൂട്ടേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ചെയ്യാത്ത ആക്ടേഴ്സിൻ്റെ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഒരു റോ ഫോട്ടേജ് കാണുന്ന സമയത്ത് ആദ്യം നോട്ടീസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ട്രെയിലറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റോ ഫുട്ടേജ് കാണുമ്പോൾ അവരുടെ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു ഇമോഷൻ ആണോ, എന്താണ് ആദ്യം പിക്ക് ചെയ്യാൻ ശ്രമിക്കുക? എല്ലാം ശ്രദ്ധിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിലർ ചെയ്യാനായിട്ട് ഒരു 95% സിനിമകളിലും നമുക്ക് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല, ഈ പറയുന്ന ഡയലോഗ്സ് മാത്രമുള്ള ഫയലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് ഡയലോഗ്സ് വളരെ ഈ പറഞ്ഞ പോലെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയലോഗ്സ് ആണെങ്കിലും ഈ പറഞ്ഞ ഷോർട്സ് ആണെങ്കിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് സ്പെസിഫിക്കലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിനിമയുടെ ജോണർ അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പം സ്പെസിഫിക്കലി എല്ലാം കൂടെ എല്ലാം ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം ഓരോന്ന് രീതിയിലായിരിക്കും ചെയ്യുന്നത്. അല്ല, അപ്പോൾ പാട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉണ്ടാവില്ല, വിഷ്വൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിലർ വരുമ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് സോങ് ഉണ്ടാവും, BGM ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ ജഡ്ജ് ചെയ്ത്? അതായത് നമ്മളിപ്പം ട്രെയിലേഴ്സ് ചെയ്യുമ്പം നമ്മൾ റെഫറൻസ് മ്യൂസിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ റെഫറൻസ് മ്യൂസിക് സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതായത് അതിനുവേണ്ടി തന്നെ ഒരു 1.5-2 ദിവസമൊക്കെ ഞാൻ ചിലവാക്കാറുണ്ട്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ റെഫറൻസ് മ്യൂസിക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടെമ്പോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ വരുന്നത്.
ഇപ്പം ലൈക്ക് മോഹിനിയാട്ടത്തിൻ്റെ കാര്യം എനിക്ക് അതിൽ സ്പെസിഫിക്കലി പറയാനുള്ളത്. മോഹിനിയാട്ടത്തിൻ്റെ ഞാൻ റെഫറൻസ് വെച്ചിട്ടുള്ളത് ഭയങ്കര കറക്റ്റായിട്ടുള്ള ഒരു റെഫറൻസ് മ്യൂസിക്കായിരുന്നു. ലൈക്ക് ഇപ്പം ഒരു 2 വർഷം മുമ്പ് വന്നിട്ടുള്ള ഒരു മലയാള സിനിമയുടെ ട്രെയിലറിൻ്റെ മ്യൂസിക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയെന്ന് വെച്ചാൽ എനിക്ക് ആ മ്യൂസിക് ഡയറക്ടറിനുള്ള റെസ്പെക്റ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പം ചെയ്തിട്ടുള്ള ആളുടെ, അതായത് ഞാൻ ചെയ്ത മീൻസ് ഞാൻ റെഫറൻസ് വെച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പുള്ളി മ്യൂസിക് ചെയ്തത്. എന്നാൽ ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തത്, ഭയങ്കര സിങ്കാണ്. സാധാരണ സംഭവിക്കുക എന്താ പറയുക, അതായത് നമ്മളൊരു റെഫറൻസ് മ്യൂസിക് വെച്ചിട്ട് ചെയ്യും, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടെമ്പോ മാച്ച് സ്പീഡ്, ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് കട്ട്സിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സീനിന് മ്യൂസിക് ചെയ്യുന്ന പോലെ ചിലവർ ചെയ്യാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലർ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് ഫുൾ നഷ്ടപ്പെടും. അപ്പോൾ ആൾക്കാർ പറയും ട്രെയിലർ മോശമാണെന്ന് പറയും. അതെനിക്ക് ഒരുപാട് പ്രാവശ്യം അത് ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള. അത് ഇപ്പം നമുക്ക് സ്പേസ് ഉള്ള സിനിമകളാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല, നമുക്ക് സംസാരിച്ച് അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ചില സിനിമകളിൽ നമുക്ക് ആ സ്പേസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സിനിമകളിൽ ഇന്ന പോലെ ഈ പ്രശ്നം വരും. അപ്പോൾ ഞാൻ ഈ മോഹിനിയാട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ റെഫറൻസ് മ്യൂസിക് വെച്ചിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഡയറക്ടറാണെങ്കിൽ ആ ക്രൂവിന് എല്ലാവർക്കും വർക്കായത് ആ ഒരു സാധനമാണ്. പക്ഷേ മ്യൂസിക് ചെയ്ത് വന്നപ്പം ലൈക്ക് ഞാൻ ഈ സൂചിപ്പിച്ച പോലെ എൻറ്റയർലി വേറൊരു സാധനമാണ് വന്നത്. പക്ഷേ ഭയങ്കര സിങ്കായിരുന്നു. അത് വളരെ റെയർലി സംഭവിക്കുന്നതാണ്. അത് ഭയങ്കര എനിക്കിത് ഭയങ്കര വർക്കൗട്ട് ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മ്യൂസിക് സിംഗിങ് പരിപാടി ലാസ്റ്റ് അത് വെച്ചാൽ ഇപ്പം മോഹിനിയാട്ടത്തിൻ്റെ കാര്യം സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇന്ന പോലെ ഞാൻ ഈ മ്യൂസിക് ചെയ്ത് വന്നു, ഭയങ്കര വർക്കൗട്ടാണ്. പിന്നെ ഒബ്വിയസ്ലി ചെറിയ സിങ്കൗട്ട് വരും. ലൈക്ക് ഒരു മ്യൂസിക്കിൻ്റെ ആയിട്ടുള്ളൊരു സിങ്കൗട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ മോഹിനിയാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു കുറച്ച് പോർഷൻസിൽ ഒരു 5-6 ഷോട്ട്സ് ലൈക്ക് നമ്മൾ ആ സിങ്കിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മീൻസ് ഷോർട്സ് ഒന്നും മാറ്റിയിട്ടില്ല, അതിൻ്റെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് ലൈക്ക് ആ സ്പേസ് കിട്ടുക എന്നുള്ളതാണ് വലിയ കാര്യം. എല്ലാ പടത്തിലും ആ സ്പേസ് കിട്ടത്തില്ല. അത് കിട്ടുവാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ മാഷപ്പ് വീഡിയോൻ്റെ കാര്യം എടുക്കുക, അതിൻ്റെ ഒരു സോങ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു സോങ് ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ബീജം ഒന്നും ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുക. അതാണെങ്കിൽ തന്നെ യൂട്യൂബിലാണെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസും വല്ലാതെ കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ ട്രെയിലറിൽ മാനിപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ യൂട്യൂബ് അൽഗോരിതത്തെ നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആക്ച്വലി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം നമ്മളെ മലയാളത്തിൽ ഈ ഒത്തിരി വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ വരുമാനം കിട്ടുന്നതിൻ്റെ ഒരു 10-1 അല്ല, ഒരു 50-1 പോലും ഇപ്പം ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കിട്ടത്തില്ല. ഇപ്പം എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ റീച്ചായി നിന്ന സമയത്തിന് ശേഷമാണ് എനിക്ക് ഈ റവന്യൂ കിട്ടാൻ തുടങ്ങി. ഇപ്പം എൻ്റെ പോലെ മാഷപ്പ് ചെയ്യുന്നതിൽ അത്യാവശ്യം റീച്ചായിട്ടുള്ള ആർക്കും തന്നെ ആക്ച്വലി റവന്യൂ കിട്ടുന്നില്ല. ഞാൻ ലൈക്ക് എല്ലാവരോടും എനിക്ക് അറിയാവുന്നതാണ്, ആർക്കും തന്നെ റവന്യൂ കിട്ടുന്നില്ല. അപ്പം എൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഇപ്പം ഈ നമ്മൾ ഏറ്റവും കൂടുതൽ റീച്ചായിട്ടുള്ള സുരേഷിൻ്റെ വീഡിയോ, ലാലേട്ടൻ്റെ വീഡിയോ, ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഈ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല. മീൻസ് ഞാൻ ആ ഒരു തിങ്കിങ്ങിലല്ല ചെയ്തിട്ടുള്ളത്. മീൻസ് ഇന്ന പോലെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി അല്ല ചെയ്തത്. അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഉബൈദ് ഇബ്രാഹിം എന്നോട് ചോദിച്ചിട്ടുള്ളത്, അതായത് ഇന്നപോലെ എടാ നിൻ്റെ വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂസ് അല്ലേ, പിന്നെന്താ നീ മോണിറ്റൈസേഷൻ ഓൺ ആക്കാത്തുള്ളത്? അപ്പം നമ്മളെല്ലാം ഈ കോപ്പറേറ്റുള്ള മ്യൂസിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥമില്ല, കാരണം വെല്ലോൻ്റെ സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം പക്ഷേ പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി ഒന്ന് മോണിറ്റൈസേഷൻ ഓൺ ആക്കി നോക്കി. പക്ഷേ എന്തോ ആയതുകൊണ്ട് എനിക്ക് അത് കിട്ടി. സോ ആ ടൈമിന് ശേഷം എനിക്ക് ഇപ്പോഴും പേയ്മെൻറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ച പോലെ ഞാൻ മ്യൂസിക് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട് അഖിൽ ജോസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് സോങ്സ് എനിക്ക് വേണ്ടി റീമിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീമിക്സ് ചെയ്യുമ്പം ഞാൻ പറയുന്ന പോലെ വോക്കൽ കുറച്ച് താഴ്ത്തി പിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇൻസ്പയർ ചെയ്തൊരു എഡിറ്റർ ആരായിരിക്കും? അൽഫോൺസ് പുത്രനൊക്കെ പുള്ളി മലയാളത്തിൽ ട്രെൻഡ് സെറ്റ് ചെയ്ത ഒരു എഡിറ്റർ ഡയറക്ടറാണ്. പുള്ളി റെട്രോ ഒക്കെ അടുത്ത് ട്രെയിലർ കട്ട് ചെയ്ത് വൻ രീതിയിൽ അടിപൊളിയായിട്ട് വന്ന സാധനം കൂടിയാണ്. അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഒരാളുടെ എഡിറ്റർ ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരു ട്രെയിലറിൻ്റെ പേര് പറയാം. അത് ഒപ്പത്തിൻ്റെ ട്രെയിലറാണ്. അതും ഈ പറഞ്ഞ അൽഫോൺസ് പുത്രൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ബേസിക്കലി പുള്ളിയുടെ ഭീകര ഫാനാണ്. പുള്ളിയുടെ എഡിറ്റിങ്ങിൻ്റെ ഭീകരം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ആൾ പുള്ളിയായിരിക്കും എഡിറ്റിങ്ങിൽ. കാരണം പുള്ളിയുടെ സെൻസിബിലിറ്റി ഭീകരമാണ്. ഒപ്പത്തിൻ്റെ ട്രെയിലർ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം ഒപ്പത്തിൻ്റെ ട്രെയിലറാണ്. ആ ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ
ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ പടമാണ് പ്രിയദർശൻ സിനിമ, നമ്മൾ എന്തെങ്കിലും പോയി കാണും. പക്ഷേ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ ആ സിനിമ കാണണം തോന്നി. ഇപ്പം ഞാൻ ട്രെയിലർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഫാക്ടർ അതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിപിൻ ചേട്ടൻ പുള്ളി എന്നോട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമുണ്ട്, ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് പറയും. അപ്പം അത് പറയുമ്പം ലൈക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് ആ രീതി വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ, പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണ്ടവരും ഉണ്ട്. ലൈക്ക് ചില സിനിമകളിൽ ഇന്ന പോലെ ഹൈപ്പ്, ഇപ്പം ലൈക്ക് ചില സിനിമകൾ, ചില സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട്. ചില ഇപ്പം ലൈക്ക് നമ്മൾ ചെയ്യുമ്പം ഭയങ്കര ഇമ്പാക്റ്റിൽ ചെയ്യാനാണ് നോക്കുന്നത്. അത് പ്രേക്ഷകന് സിനിമ കാണാൻ തോന്നണം. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇന്ന പോലെ ഈ സിനിമ കാണാൻ തോന്നരുത്, ഒട്ടും ഇമ്പാക്റ്റ് തോന്നരുത് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചുള്ള ട്രെയിലേഴ്സും ഉണ്ട്. അത് മിക്കവാറും സ്റ്റാർസിൻ്റെ സിനിമകളായിരിക്കും. ഞാൻ സ്പെസിഫിക്കലി പേര് പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള സിനിമകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ല, അപ്പോൾ ഇപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ആളുകൾ കയറില്ല എന്നുള്ള സിറ്റുവേഷൻ കൂടി വരില്ലേ? മീൻസ് അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർസിൻ്റെ സിനിമകളാണ്. സ്റ്റാർസിൻ്റെ സിനിമകൾക്ക് എപ്പോഴും ഫസ്റ്റ് ഡേ ആൾ വരും, ഒരു ഓഡിയൻസ് വരും. നമ്മൾ ട്രെയിലർ കൊടുത്ത് എക്സ്പെക്ടേഷൻസ് കൂട്ടരുതെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അങ്ങനെ സംഭവിക്കുക. എനിക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സമയത്ത് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ പ്രേക്ഷകരെ കയറ്റാമെന്നുള്ള, ഹൈപ്പ് എത്ര ഇമ്പാക്റ്റ് കയറ്റാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉൾട്ട ചെയ്യാനായിട്ട് എനിക്ക് ആദ്യം പാടായിരുന്നു. ഇപ്പം എനിക്കത് മനസ്സിലായി. ഇനി ചില സിനിമകൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഒരു പടം കണ്ട് വണ്ടർ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റ് കണ്ട് വണ്ടർ അടിച്ചിട്ടുണ്ട്, അത് ഏത് പടമായിരിക്കും? ഹോളിവുഡ് തന്നെ അങ്ങനെ ഏതൊന്നുമില്ല, മലയാളമാണെങ്കിലും ഏതായാലും. അല്ല, അങ്ങനെ സിനിമകൾ ആക്ച്വലി ഒരുപാടുണ്ട്. മെമ്മറീസ് എനിക്ക് ഭയങ്കര, എഡിറ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ദൃശ്യം ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് പറയുവാണെങ്കിൽ ആട്ടം, ആക്ച്വലി അതിൻ്റെ എഡിറ്റിംഗ് നാഷണൽ അവാർഡ് കിട്ടിയതാണ്, അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ തമിഴിൽ മാനാട് എന്ന് പറഞ്ഞ പടമുണ്ട്, മറ്റേ ലൂപ്പൂരുടെ, അത് ഭയങ്കര പാടാണ് അത് ചെയ്യാൻ. അതൊക്കെ കണ്ട് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര നമുക്ക് തന്നെ കാണുമ്പോൾ അവർക്ക് മാത്രം ഫീൽ. അത് എന്നുവെച്ചാൽ ഒരു സംഭവം എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന് മനസ്സിലാവണം. ഒരു സാധാരണ മനുഷ്യന് ഒരു ആൾ വന്ന് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവണം എന്നുള്ള ഫാക്ടറാണ്. അത് അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോ ഇതൊക്കെ എനിക്ക് ആക്ച്വലി കുറേ സിനിമകളുണ്ട് കേട്ടോ, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി പറഞ്ഞു. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ള കാര്യം. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം കോപ്പിറൈറ്റ് അടിച്ച് വലിച്ച് പിന്നെ നമ്മളെ പാട്ടൊക്കെ മാറ്റി അതിനൊരു ഇമ്പാക്റ്റ് നമുക്കൊരു പോയൊരു ഫീൽ, അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില വീഡിയോസിന് റവന്യൂ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയത് മമ്മൂക്കയുടെ ഒരു വീഡിയോയ്ക്കാണ്. 2021 മമ്മൂക്കയുടെ ഒരു ബർത്ത്ഡേ മാഷപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ലെങ്ത് ഉണ്ട് അതിന്. ആ വീഡിയോയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയത്. ആ വീഡിയോ എനിക്ക് ഒരു 1 മില്യന് മുകളിൽ വ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പെസിഫിക് പോർഷനിലുള്ള ഒരു മ്യൂസിക്, ഞാൻ ആ മ്യൂസിക്കല്ല, വേറൊരു മ്യൂസിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പറഞ്ഞ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണം ഞാൻ കുറേ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫീൽ ഉണ്ടായണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമുക്ക് പിന്നെ വേറെ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റയിലോ FBയിലൊക്കെ വിടാമായിരുന്നു, പക്ഷേ വിട്ടില്ല. ഇത് പക്ഷേ ഞാൻ ആ സമയത്ത് ഇന്ന പോലെ ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ അത് നല്ലതായിരുന്നു, ചെയ്യാമായിരുന്നു. നമ്മളൊരു ട്രെയിലർ ഉണ്ടാക്കി, അത് നല്ല, ആ ട്രെയിലർ കണ്ടാണ് നമ്മൾ പടത്തിന് കയറുന്നത്. അപ്പം നമുക്ക് അത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതേസമയം ചിലർ പറയുന്നുണ്ടാവും, എന്താണ് പടം വർക്കായി, പക്ഷെ ട്രെയിലറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പടം അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ട്രെയിലറിൽ എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പം പക്ഷെ പടം തിയേറ്ററിൽ അത്ര വർക്കായില്ല എന്നാണെങ്കിൽ അത് നമുക്കൊരു ബേർഡനായി, എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ബേർഡനായി ഫീൽ ചെയ്യാറുണ്ടോ? ലിൻഡൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അല്ല, അത് ആക്ച്വലി ശരിയാണ്, അത് ഒരു പ്രശ്നമാണ്. കാരണം എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സിനിമയിൽ എന്താണുള്ളത് അതിന് മേളിൽ ചെയ്തു വെക്കരുത്. ഇപ്പം സിനിമയിലുള്ളത് ഒരു 70% ആണെന്നുണ്ടെങ്കിൽ, ഒരു പ്രേക്ഷകനെ 70% ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ 100% ചെയ്യരുത്. അത് ഒരു ദ്രോഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചിലർ പറയും ലൈക്ക് അവർക്കറിയാം സിനിമ എന്തായാലും വർക്കൗട്ട് ആവില്ല, ഫസ്റ്റ് ഡേ എങ്കിലും ആളെ കയറ്റാൻ വേണ്ടിയിട്ട് അത്രയും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയും ചില ആൾക്കാർ.
പക്ഷേ ഈ പറഞ്ഞ സ്റ്റാർസിൻ്റെ സിനിമകളിലാണ് ഇപ്പോൾ ലൈക്ക് വലിയ സ്റ്റാർസിൻ്റെ ഒക്കെ സിനിമകളിലാണ് ഇന്നപോലെ അണ്ടർപ്ലേ ചെയ്യാനായിട്ട് പറയുന്നത്. അല്ല അപ്പോൾ നമുക്ക് ട്രെയിലർ അടിച്ച് ചെയ്യുന്ന സമയം ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും ഈ പടം വർക്കാവും തിയേറ്ററിൽ? 100%. പിന്നെ വെച്ചാൽ ഒരു 100%അല്ല, ഒരു 99% സാധനങ്ങളും വർക്കാവും. കുറച്ചിൽ ഈ പറഞ്ഞ മ്യൂസിക് ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം വാഴ 2ൻ്റെ കാര്യമാണ് ഞാനത് ഈ പറയുന്നത് സ്പെസിഫിക്കലി. അത് എനിക്ക് തോന്നുന്നത് വാഴ 2 ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള 99% അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവർക്കും ഉറപ്പായിട്ടും ആ സിനിമ അടിക്കുമെന്ന് മനസ്സിലായിട്ടുള്ള സംഭവമാണ്. അല്ല, അങ്ങനെയുള്ള സിനിമകളുണ്ട്. പിന്നെ റെയറായിട്ടൊക്കെ ആയിരിക്കും ചില സിനിമകൾ നമ്മൾ ചിലപ്പം നമ്മൾ ആ സിനിമ കണ്ടപ്പം നമ്മുടെ മൂഡൊക്കെ ആയിരിക്കും നമ്മൾ വർക്കാവുമെന്ന് വിചാരിച്ചിട്ട് വർക്കാവാത്ത 1-2 സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് മനസ്സിലാവും വർക്കാവോ ഇല്ല എന്നുള്ളത്. എന്നുവെച്ചാൽ ഇന്നപോലെ ഈ വർക്കാവത്തില്ലെന്ന് ഉറപ്പുള്ള സിനിമകളൊന്നും ഒരിക്കലും വർക്കായിട്ടില്ല. ഇതിൽ എൻ്റെ എക്സ്പീരിയൻസിൽ വർക്കാവത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്, ഒരിക്കലും വർക്കായിട്ടില്ല. പക്ഷേ ചില സാധനം കുറച്ചെങ്കിലും ഒരു ആവറേജ് ഹിറ്റെങ്കിലും മീൻസ് ഒരു ആവറേജ് ഹിറ്റെങ്കിലും ആകുമെന്ന് വിചാരിച്ച സാധനം വർക്കാവാതെ പോയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് ഒരു 2-3 സിനിമകളൊക്കെ അങ്ങനെ ഉണ്ട്. ലൈക്ക് മോസ്റ്റ്ലി നമുക്ക് മനസ്സിലാവും പരിപാടി, അല്ലെങ്കിൽ അതിപ്പോൾ ആർക്കായാലും മനസ്സിലാവും. ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്താ വെച്ചാൽ വന്നു. ഒരുപാട് സോഫ്റ്റ്വെയറിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നമുക്ക് ഗുണമായിട്ടുണ്ടാവും ദോഷമായിട്ടുണ്ടാവും. ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം എയുടെ വരവ് എങ്ങനെയാണ്? അല്ല, ഞാൻ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ അറിവുമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ നമ്മൾ ഈ എഡിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമില്ല. എപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ള സംഭവമാണ് ഏത് സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം ആ സോഫ്റ്റ്വെയറിൽ ഞാനും വർക്ക് ചെയ്ത് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. ചിലപ്പം ചില സോഫ്റ്റ്വെയർസ് ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർസ് നമ്മുടെ വർക്ക് ചിലപ്പോൾ ഈസി ആക്കും, അത് ശരിയാണ്. പക്ഷേ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി സ്കിൽ. ലൈക്ക് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ പറഞ്ഞ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള ആ സ്കില്ലിലാണ് മൊത്തം ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ആ ഒരു ലെവലിലേക്കൊന്നും എത്തുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷൻ പിന്നെ പറ്റുമെന്നുള്ളൊരു സംഭവം വാഴയിലുണ്ടായിട്ടുള്ള ഇമോഷൻ എഐക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. കണ്ട് ശീലിച്ച ഒരുപാട് ട്രെയിലേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊരു ട്രെയിലർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആവരുത്, അല്ലെങ്കിൽ ഈ സാധനം നമ്മുടെ വേണം, അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്? ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എനിക്കെങ്ങനെ ലൈക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സ്പെസിഫിക് സിനിമയിൽ ആ ഡയറക്ടറിനും ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് എന്താണ് ആവശ്യം അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഞാൻ വേറെ ചിന്തിച്ചിട്ടില്ല. അവരാഗ്രഹിക്കുന്നതിന് 100% കൊടുക്കുക. അതിപ്പം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സിനിമ വർക്കൗട്ട് ആവത്തില്ലയോ എന്നുള്ളത്. ഉറപ്പായിട്ടും വർക്കൗട്ട് ആവത്തില്ല എന്നുള്ള സിനിമയാണെങ്കിൽ പോലും ആ സിനിമയ്ക്ക് വേണ്ടി 100% വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ സിനിമയിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലാതെ ലൈക്ക് വേറെ ഒന്നും അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. യൂട്യൂബിലെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫാൻ എഡിറ്റ്സ് വരുന്ന സമയമാണ്. ഇപ്പോഴും അതിനൊരു കുറവില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ലിൻഡോ വരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു എഡിറ്റേഴ്സിന് എന്തെങ്കിലും ഒരു അഡ്വൈസോ, അല്ലെങ്കിൽ അഡ്വൈസ് എന്നല്ല, നമ്മൾ ചെയ്ത മിസ്റ്റേക്സിൽ നിന്ന് കിട്ടാവുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ 2016-17 സമയമാണ്. ആ സമയത്ത് ഇപ്പം നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ആൾക്കാരുടെ 100-1 വളരെ കുറവ് തുടക്കകാലമാണ്. എഡിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഇപ്പം ഓൺലൈനിൽ കണ്ടിട്ടില്ല. നമ്മൾ ഈ ലോക്ക്ഡൗണിന് ശേഷം കണ്ടിട്ടുള്ള അത്രയും ഒരു ഇതുണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് ലൈക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ കുറച്ചെങ്കിലും വിസിബിലിറ്റി കിട്ടാനുള്ള കാരണം ആ സമയത്ത് അത്രയും ആൾക്കാരില്ലായിരുന്നുകൊണ്ടും വളരെ കുറവ് ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് വിസിബിലിറ്റി കിട്ടിയതുകൊണ്ടുമാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പം വിസിബിലിറ്റി കിട്ടാൻ പാടാണ്. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തോന്നണം ഓക്കെ ലൈക്ക് നമുക്കൊരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായ സാധനമാണ്, നമുക്കിങ്ങനെ തന്നെ ചെയ്യാം, അതേ രീതി ചെയ്യരുത്. ആ സാധനം വേണമെങ്കിൽ ചെയ്യാം, ലൈക്ക് ഫോർ എക്സാമ്പിൾ ബർത്ത്ഡേ മാഷപ്പ് ചെയ്യരുതെന്നല്ല, നിനക്ക് ചെയ്യാം, പക്ഷേ ഓൾറെഡി ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യരുത്. ലൈക്ക് വേറെ രീതിയിൽ ആൾക്കാർ ഒരിക്കലും ആൾക്കാർ കണ്ട് മടുത്ത സാധനം, അപ്പം വേറെ രീതിയിൽ ചെയ്യണം. നമ്മുടെ ആവശ്യം തന്നെ ഇപ്പം സിനിമയിലോട്ട് കയറാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിലിം മേക്കേഴ്സ് എല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം
അവരെ ലൈക്ക് അവരുടെ ഇമോഷൻ ഇവോക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഈ പറയുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാതിരിക്കുക. ലൈക്ക് ഇപ്പം ഞാൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ മാഷപ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അത് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ഓൾറെഡി വന്ന സാധനത്തിൽ നിന്നും ബെറ്ററായിട്ടൊരു സാധനം പിടിക്കുക എന്നുള്ളതാണ്. അപ്പം എങ്കിലേ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പോൾ അത്രയും അധികം എഡിറ്റേഴ്സും പരിപാടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഗംഭീര പ്രൊജക്റ്റുകളുടെ ഭാഗമാകാൻ പറ്റട്ടെ, നമുക്ക് വീണ്ടും ഇതുപോലെ സംസാരിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.